യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. അതുപോലെ അടുത്തൊരു മേഖലയാണ് ജഡിക പാപങ്ങൾ, ജഡത്തിന്റെ പാപങ്ങൾ. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛമായ കാര്യങ്ങൾ കാണുക, മൊബൈലിലൊക്കെ അശുദ്ധി കാണുക, മ്ലേച്ഛമായ ചിത്രങ്ങൾ കാണുക, ബ്ലൂ ഫിലിം കാണുക, ഇങ്ങനെ അശുദ്ധി കാണുന്ന അതിന് അടിമത്തത്തിലായിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ പാപം ഉപേക്ഷിക്കുവാൻ. റോമ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വചനങ്ങൾ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. സ്ത്രീയും തമ്മിൽ പാപകരമായ ജീവിതം, പുരുഷനും തമ്മിൽ പാപകരമായ ജീവിതം നയിക്കുന്നു. സ്വർഗഭോഗത്തിൻ്റെ അടിമകളായി ജീവിക്കുന്നവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ഉൾപ്പെടെ അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലുമൊക്കെ സ്വർഗ വിവാഹങ്ങൾ നിയമമായിട്ട് തന്നെ അനുവദിച്ചു കൊടുത്തിരിക്കുക. അവർക്ക് ഒന്നിച്ച് ജീവിക്കാം, രജിസ്റ്റർ ചെയ്തല്ലേ വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു അനുവാദം ഇല്ല. അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നു. അത് പാടില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അനേക യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ മോശമായിട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നു, പുരുഷനും ഒന്നിച്ച് ജീവിക്കുന്നു. തെറ്റായ ജീവിതം നയിക്കുന്നവർ ലോകത്തിനെമ്പാടും ധാരാളമായിട്ടുണ്ട്. സോദോം ഗൊമോറയെ ദൈവം അഗ്നി ഇറക്കി നശിപ്പിച്ചു. അതിൻ്റെ കാരണം എന്തായിരുന്നറിയാമോ? അവിടുത്തെ ജനങ്ങള് സ്വർഗഭോഗികളും വ്യഭിചാരികളുമായിരുന്നു. സ്വർഗഭോഗികളും വ്യഭിചാരികളുമായിരുന്ന സോദോം ഗൊമോറവാസികളെ കർത്താവ് അഗ്നി ഇറക്കി ദഹിപ്പിച്ചു കളഞ്ഞു. അവരെ ശിക്ഷിച്ചുവെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. വളരെ ഗൗരവമേറിയ പാപ. ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്നൊരു പാപമാണ് സ്വർഗഭോഗം, വ്യഭിചാരം, സ്വയംഭോഗം, ലൈംഗിക വൈകൃതങ്ങൾ, മ്ലേച്ഛതകൾ കടിപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ. ഓർക്കുക, ഇതിന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. വളരെ വളരെ തകർച്ചകൾ കുടുംബത്തിലേക്ക് വിതയ്ക്കുന്ന പാപമാണിത്. ഇതിൽ നിന്ന് പിന്തിരിയുക. ആരെങ്കിലുമൊക്കെ ഈ വഴികളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത, ഭാര്യ ഭർത്താക്കന്മാര് അവിശ്വസ്തമായിട്ട് ജീവിക്കുന്നു, തെറ്റായ വഴികളിൽ ജീവിക്കുന്നു. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, അവിശ്വസ്തത ജീവിക്കുന്ന ചിലരെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ട്. 1 കൊരിന്തോസ് 5-ാം അധ്യായത്തിന്റെ 9, വ്യഭിചാരികളുമായി സംസർഗമരുത്. വ്യഭിചാരികളുമായിട്ട് സംസർഗമരുത്. അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ നിറഞ്ഞെഴുതി വെച്ചിരിക്കുക, വ്യഭിചാരികളുമായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല. ഹല്ലേലൂയ. വ്യഭിചാരികള്, മദ്യപാനികള്, പാപത്തിൽ ജീവിക്കുന്നവര്, അവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ മനസാന്തരത്തിന് വേണ്ടി. അതിൻ്റെ അപ്പുറം അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ആ പാപത്തിലേക്ക് വീഴുവാൻ നിനക്കും സാധ്യതയുണ്ട്. 1 കൊരിന്തോസ് 5:11, പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല എന്നാണ് എഴുതിയത്. അവന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. മദ്യപാനികൾ, വ്യഭിചാരികൾ, സ്വർഗഭോഗികൾ, അസാന്മാർഗികൾ, കള്ളന്മാർ, പരദൂഷകർ, ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സംസർഗം പോലും പാടില്ല. കാരണം ആ സംസർഗം നീയും ആ പാപത്തിലേക്ക് വീഴാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോസ്തലൻ പറയാണ്, അവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. പാപത്തിന്റെ കുത്തടിഞ്ഞ ജീവൻ നയിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ ഭവനങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുക്കരുത്.
നമ്മുടെ കുടുംബങ്ങളിൽ മദ്യപാനികൾക്കും വ്യഭിചാരികൾക്കും ഇടം കൊടുക്കരുത്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും ഒരു അവസരം കൊടുക്കാതിരിക്കാൻ വളരെ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ അടുത്ത നാളില് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവള് ഗർഭം ധരിച്ചു, ഗർഭിണിയായി. തകർന്ന ഒരു കുടുംബം, വല്ലാതെ വിഷമത്തില്. ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, അവൾ ഗർഭിണിയാണ്. അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ആ വീട്ടില് സ്ഥിരമായിട്ട് വരുന്ന ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള മനുഷ്യനാണ്. ഭർത്താവിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മനുഷ്യനാണ് ഈ കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചത്. ആ കുഞ്ഞ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഗർഭിണിയാണ്. അവസ്ഥ നോക്കി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭവനത്തിൽ വരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മദ്യപാനികളും വ്യഭിചാരികളും ഒക്കെ ആണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവരെ വീട്ടിൽ പോലും കയറ്റരുത്. അവരെ നമുക്ക് സ്നേഹിക്കാം, അവരുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാം, പക്ഷെ കുടുംബത്തിൽ ഇടം കൊടുക്കരുത്. പാപത്തിൻ്റെ സാധ്യതകൾക്ക് അതിന് ഇടമാകാൻ വഴിയുണ്ട്. അക്കാര്യത്തിൽ കുടുംബനാഥന്മാരും നാഥകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അമ്മമാര് പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകാനായിട്ട് പാടില്ല. ഹല്ലേലൂയ, ഒരിക്കലും വഴിതെറ്റി പോകരുത്. ഒരിക്കൽ ഞാൻ ഓർക്കാണ്, ഗൾഫിൽ ഞാൻ ഒരു ധ്യാനത്തിൽ ചെന്ന അവസരം, സങ്കടകരമായൊരു കാര്യമാണ്. അവിടെ ഫ്ലാറ്റുകളാണ്, അടുത്തടുത്ത വീടുകൾ. അവിടെ പല ഫ്ലാറ്റുകൾ താമസിക്കുന്ന അവരൊക്കെ നല്ല സ്നേഹത്തിലാണ്, ക്രൈസ്തവ കുടുംബങ്ങളൊക്കെയാണ്, നന്നായിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ ഫാമിലിക്ക് എന്നോട് പറഞ്ഞ ചേച്ചി പറഞ്ഞത്, അവർക്ക് എന്തോ അത്യാവശ്യം പോകേണ്ട വന്നപ്പോൾ 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഇവരുടെ മോളാണ്, ആ കുഞ്ഞിനെ തൊട്ട് അടുത്ത ഫ്ലാറ്റ്, അവരുമായിട്ട് നല്ല അടുപ്പത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, അവിടെ ഏൽപ്പിച്ചിട്ട് പോയി. അവിടെ ഏൽപ്പിച്ചിട്ട് ഇവർ പോയിട്ട് വൈകുന്നേരമായിട്ടാണ് എത്തിയത്, എന്തോ അത്യാവശ്യം പോയതാണ്. പിന്നെ സംഭവിച്ചത്, രാത്രിയിൽ ഈ കുഞ്ഞ് കിടന്ന് കരച്ചിലാണ്. ഈ 2 വയസ്സുള്ള കുഞ്ഞ്. ഈ കുഞ്ഞിനോട് ചോദിച്ചിട്ട് ഈ കുഞ്ഞിനെ അറിയത്തില്ല. വളരെ സങ്കടകര അവസ്ഥയാണ്. ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ ആ വീട്ടിലെ ആ മനുഷ്യൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എത്ര സങ്കടകര അവസ്ഥയെന്നറിയോ. എന്നിട്ട് ആ ചേച്ചി എന്ത് ചെയ്യാനൊക്കെ, ഒരു കേസിൽ മറ്റൊന്നും പോയില്ല. അവർ പറഞ്ഞത്, തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിൽ തന്നെ ഫ്ലാറ്റാണ്, തൊട്ടടുത്ത ഫ്ലാറ്റാണ്. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ആ വീട്ടിലെ ആ സഹോദരനെ വന്ന് കഥ തുറന്നത്. ആ ചേച്ചി പറയാണ്, വന്ന് കഥ അങ്ങോട്ട് തുറന്നു. അപ്പോൾ ഇവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ കാലിലെ ചെരുപ്പുരി എന്നെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കഥ ഉറക്കെ അവൻ്റെ ചെവിക്കലിന് ആ ചെരുപ്പിന് അടി കൊടുത്തെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് 2 വയസ്സുള്ള കുഞ്ഞിനെ ദുരുപയോഗം ചെയ്യാന്നുള്ളത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നില്ലേ, എത്ര മ്ലേച്ഛകരമാണ്. ഇവിടെ ശക്തമായ മുന്നറിയിപ്പ് അപ്പസ്തോലൻ നൽകുകയാ. അവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ മദ്യപാനിയോ വ്യഭിചാരിയോ സ്വർഗ്ഗഭോഗിയോ പരദൂഷകനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ടെന്ന് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ആ കൂട്ടുകെട്ട് അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരും കുടുംബനാഥന്മാരും വളരെ ശ്രദ്ധ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ ജാഗ്രത അമ്മമാർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിന്റെ 9-10 വചനങ്ങൾ, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസാന്മാർഗികൾ, വ്യഭിചാരികൾ, വിഗ്രഹ ആരാധകർ, സ്വർഗ്ഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. അവിടെയും ശക്തമായിട്ട് പറയുന്നു, സ്വർഗ്ഗഭോഗികൾ, വ്യഭിചാരികൾ, മദ്യപാനികൾ, കള്ളന്മാർ, ഇവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ഇല്ല. ഈ വിധത്തിലുള്ള ഏതെങ്കിലും പാപത്തില് മുഴുകി ജീവിക്കുന്നവര് ഇവിടെ ഈ കൺവെൻഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ, വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അനുദപിക്കണം. ഈ ലൈംഗികതയിലുള്ള ഈ പാപങ്ങൾ ഉപേക്ഷിക്കണം. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും.
വസിക്കുന്നു, നിന്നോട് ഒത്തുവസിക്കുന്നു. നിന്റെ ശരീരത്തെ അശുദ്ധ പാപങ്ങൾക്ക്, ജഡികതയ്ക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ശക്തമായ മുന്നറിയിപ്പാണ് തരുന്നത്. നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു വചനം ഞാൻ പങ്കുവയ്ക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-17 വചനങ്ങൾ. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല. ജ്ഞാനം 3-ന്റെ 16, 17, 18, 19 വചനങ്ങൾ. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കത്തില്ല. മക്കളെ, വ്യഭിചാരത്തിൽ ജീവിക്കുന്നവരുടെ മക്കൾക്ക് പക്വത ഉണ്ടാവത്തില്ല. അവരുടെ കാര്യം കഷ്ടമായിരിക്കും എന്നാണ് വചനം പറയുന്നത്. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല. വ്യഭിചാരിയുടെ കാര്യമാണ്, ആരും പരിഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. വ്യഭിചാരത്തിൽ ജീവിക്കുന്നവരുടെ വാർദ്ധക്യം അപമാനം നിറഞ്ഞതായിരിക്കും. നിന്റെ കുടുംബത്തിന് മക്കളിലൂടെ, കൊച്ചുമക്കളുടെ അപമാനം കടന്നു വരും. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളുക. മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. പക്ഷെ വ്യഭിചാരം ചെയ്യുന്നവൻ, സ്വർഗഭോഗം ചെയ്യുന്നവൻ, സ്വയം ഭോഗം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിന്, പരിശുദ്ധാത്മാവിന് എതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. യൗവനത്തിൽ മരിച്ചാലും അവർക്ക്, വ്യഭിചാരികൾക്ക് ആശയ്ക്ക് വഴിയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ 1-ാം പ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ 6-ാം പ്രമാണത്തെ കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. വളരെ ഗൗരവമേറിയ പാപമാണിത്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ലൈംഗികതയുടെ മ്ലേച്ഛതകള്, അകൃത്യങ്ങള്, തെറ്റായ ജീവിതങ്ങള്. ഭാര്യയെ വഞ്ചിച്ച് ഭർത്താവ് പാപം ചെയ്യുന്നു, ഭർത്താവിനെ വഞ്ചിച്ച് ഭാര്യ പാപം ചെയ്യുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും പാപകരമായ ജീവിതം നയിക്കുന്നു. ഇത് ദൈവം അനുവദിച്ചിട്ടില്ല. ഇത് വിശുദ്ധിക്കെതിരായ പാപമാണ്, പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ഈ പാപ വഴികളിൽ ജീവിച്ചാൽ അതിന് നിങ്ങൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിച്ച്, എൻ്റെ ജീവിതത്തിൽ ഈ പാപം സംഭവിച്ചിട്ടുണ്ടോ? അനുദപിക്കണം, പശ്ചാത്തപിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആസക്തികൾക്ക് അടിമപ്പെട്ട്, ജഡത്തിൻ്റെയും കണ്ണിൻ്റെയും ആസക്തികൾക്ക് അടിമപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോകരുത്. ഇന്ന് അനേക വ്യക്തികൾ പാപത്തിൽ ജീവിക്കുക. ഇന്നത്തെ നമുക്കറിയാം, ആധുനിക ലോകത്തിൽ മൊബൈല്, കമ്പ്യൂട്ടർ, ലോകത്തുള്ള സകല മ്ലേച്ഛതകളും കാണാനുള്ള വലിയ സാധ്യതകൾ അതിലുണ്ട്. അങ്ങനെയൊക്കെ അനേകർ ഇങ്ങനെ പാപത്തിൽ, അശുദ്ധിയിൽ മുഴുകി ജീവിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലുമൊക്കെ പാപപ്രവൃത്തികളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ യുവതി യുവാക്കന്മാരൊക്കെ ഒത്തിരി അശുദ്ധിയുടെ വഴികളിലാണ് ജീവിക്കുന്നത്. അടുത്ത കാലത്ത് ഞാൻ ബാംഗ്ലൂര് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ വൈദികർ ഇങ്ങനെ പങ്കുവെച്ച അനുഭവമാണ്. എത്രയോ നമ്മുടെ കുട്ടികളാണെന്നറിയോ പാപകരമായ ജീവിതം നയിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒത്തിരി പേര് പാപത്തിൻ്റെ ജീവിതം നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു 5-6 മാസം മുമ്പ് ബോംബെയിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴൊക്കെ അറിയുന്നത് യുവതി യുവാക്കന്മാരൊക്കെ ഒത്തിരി പാപകരമായ ജീവിതം നയിക്കുന്നവരാ. എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും ഈ എറണാകുളത്തുനിന്ന് വരെ, കൊച്ചി എറണാകുളത്തുനിന്ന് വരെയുള്ള കുട്ടികൾ, പെൺകുട്ടികളായിട്ടുള്ളവർ വെള്ളിയാഴ്ച വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ദുബായിക്ക് അല്ലെ ബഹ്റിനിൽ, ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ബഹ്റിനിൽ ധ്യാനത്തിൽ വന്നപ്പോൾ ബഹ്റിൻ എയർപോർട്ടിൽ ജോലിയുള്ളൊരു മലയാളി കൺവെൻഷൻ കൂടാണ്ട് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ഫ്ലൈറ്റിന് അവിടെ പെൺകുട്ടികൾ ഇറങ്ങും. ചെറുപ്പക്കാരികളായിട്ട് പെൺകുട്ടികൾ, കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾ അവിടെ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ തന്നെ അവരെ കൊണ്ടുപോകാനായിട്ട് പുറത്ത് ആളുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് ചെല്ലുന്നു. ആ രാത്രി, ശനി രാത്രി, ഞായറാഴ്ച അടുത്ത ഫ്ലൈറ്റിന് അവർ കയറും. കൈ നിറച്ച് കാശ്, വില കൂടിയ മൊബൈല്, നല്ല ഡ്രസ്സുകൾ, പെർഫ്യൂംസ് എല്ലാമായിട്ട് ഈ കുട്ടികൾ തിരിച്ച് നാട്ടിലേക്ക് ബാംഗ്ലൂർ അല്ലെ ബോംബെ
എറണാകുളത്തേക്ക് അവർ മടങ്ങിപ്പോയിരുന്നു. ബഹ്റിൻ എയർപോർട്ടിലെ ആ മലയാളി ഉദ്യോഗസ്ഥനോട് പറഞ്ഞ അനുഭവമാണിത്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് പാപത്തിന്റെ മേഖല ഇന്ന് വ്യാപകമാണ്. അനേകം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പാപത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുക. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന അതേ തിന്മകൾ തന്നെയാ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. കാനഡയും എറണാകുളവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാനഡയിൽ നടക്കുന്ന ലിവിങ് ടുഗദറും പാപത്തിന്റെ വഴികളൊക്കെ തന്നെയാ എറണാകുളത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നടക്കുന്നത്. ലോകമെമ്പാടും പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. യുവതിയുവാക്കന്മാര് ആസക്തിക്കും തിന്മയ്ക്കും അടിമപ്പെട്ട് ജീവിക്കുക. ദൈവത്തെ വേണ്ട, ദൈവത്തിന്റെ വചനം വേണ്ട, അതൊക്കെ മറന്ന് കുദാശ ജീവിതം വേണ്ട ജീവിക്കുന്ന എത്ര ആൺകുട്ടികള് പെൺകുട്ടികള് മുതിർന്നവരെ കണ്ടുമുട്ടുന്നു. ഒരു വലിയ മാറ്റം നമ്മുടെ ഈ ഇടവകയിൽ ഉണ്ടാവണം. നമ്മുടെ യുവാക്കന്മാർക്ക് വലിയൊരു മാറ്റം ഉണ്ടാവണം. കൗമാര പ്രായത്തിലേക്ക് കിടന്ന ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികള് അവര് വിശുദ്ധിയിൽ വളരണം. മാതാപിതാക്കന്മാർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാവണം. ഹല്ലേലൂയ. പാപത്തിന്റെ കുത്തഴിഞ്ഞ ജീവിത വഴികളിൽ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഒരു വിടുതൽ ഈ കൺവെൻഷനിലൂടെ കർത്താവ് ഉറപ്പായിട്ട് നൽകും.